ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് അല്പം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിങ്ങനെ കുറച്ച് പൊടികളും, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, ഒരു തക്കാളി, കുറച്ച് സവാള, കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഏത് പാത്രത്തിലാണ് നമ്മൾ കറി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, സവാള, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ, പാകത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര്, ഇത് കൂടാതെ അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഈ മിക്സ് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ കുഴയ്ക്കുന്നതിലാണ് കേട്ടോ നമ്മുടെ കറിയുടെ മുഴുവൻ ടേസ്റ്റും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേർത്ത് കൊടുത്ത എല്ലാ സാധനങ്ങളുടെയും ടേസ്റ്റ് ഒരുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ കുഴച്ച് വെക്കുക. അതിലേക്ക് നമുക്ക് മുറിച്ച് കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയുമായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ കറിയുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഒരു ലിഡ് കൊണ്ട് പാത്രം അടിച്ച് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. 5 മിനിറ്റിന് ശേഷം ഇതുപോലെ ചെറിയ തിളകൾ വന്ന് തുടങ്ങുമ്പം നമുക്കൊരല്പം വെള്ളം കൂടെ ഒഴിച്ചു വെച്ച് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ ഗ്രേവി കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും എൻ്റെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള, അതിലേറെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി നിങ്ങളും ട്രൈ ചെയ്യുമല്ലോ അല്ലേ?